2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം നിയോജക മണ്ഡലം നിലനിർത്താൻ ബിജെപിയുടെ പെൺപുലി പെൺസിംഹം ശോഭ സുരേന്ദ്രനെ രംഗത്തിറക്കാൻ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് അതിന്റെ തന്ത്രമൊക്കെ ആവിഷ്കരിക്കുന്ന കേന്ദ്ര സംഘവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പാരലൽ വിംഗ് അവരുടെ സജഷനായി ഇപ്പോൾ വരികയാണ്. എന്ത് വില കൊടുത്തും മറ്റ് എവിടെയും ബി ജെ പിക്ക് ലഭിച്ചില്ലെങ്കിലും നേമം ബി ജെ പിക്ക് നിലനിർത്തേണ്ടതുണ്ട്. നേമം ബി ജെ പിയുടെ ജീവൻ മരണ പോരാട്ടമായ മണ്ഡലമാണ്. കാരണം ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുക എന്നുള്ളത് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടാൽ അതിന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കനത്ത വില നൽകേണ്ടി വരും കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ. അതാണ് നിലവിലെ അവസ്ഥ. അപ്പോൾ കേന്ദ്ര നേതൃത്വം ബി ജെ പി ആകട്ടെ സംഘപരിവാർ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുമ്പോൾ അഴകുഴമ്പൻ മട്ടോ ഉഴപ്പൻ മട്ടോ കേരളത്തിൽ നടത്താൻ നിലവിലെ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികൾക്ക് കഴിയില്ല, സംസ്ഥാന അധ്യക്ഷന് കഴിയില്ല. ഭാരിച്ച ഉത്തരവാദിത്വം, അതും പ്രത്യേകിച്ച് നിയമവുമായി ബന്ധപ്പെട്ട് മറ്റ് എവിടെയൊക്കെ ബി ജെ പിക്ക് സീറ്റ് കിട്ടും. കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്ക് പ്രകാരം 10നും 15നും ഇടയിൽ സീറ്റ് കേരളത്തിൽ ഇക്കുറി വിജയിക്കേണ്ടതുണ്ട് ബി ജെ പി. ആ ഭാരിച്ച ചുമതലയാണ് കെ സുരേന്ദ്രൻ എന്ന പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ ചുമലിലുള്ളത്. ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് നേടാൻ സാധിക്കുമോ ബി ജെ പി തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്കാണ് നേമം നിയോജക മണ്ഡലം. മറ്റൊരിടത്തും നേടിയില്ല എങ്കിൽ കൂടിയും സംസ്ഥാന അധ്യക്ഷന് പറഞ്ഞു നിൽക്കാം. പക്ഷെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടാൽ അതാണ് ഇതിലെ ഏറ്റവും പ്രധാനം. മറ്റെല്ലായിടത്തും ഇതുവരെ സീറ്റില്ല, പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ എഴുതി നൽകാം. പക്ഷേ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടാൽ അതിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടി ബി ജെ പിയുടെ പെൺസിംഹത്തെ അവിടെ മത്സരിപ്പിക്കേണ്ടതുണ്ട് എന്ന സജഷനും നിർദ്ദേശവും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പാരലൽ വിംഗ് സംസ്ഥാന സമിതിക്കും അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്കും കേന്ദ്ര സമിതിക്കും ആ സജഷൻസ് മുന്നോട്ട് വയ്ക്കുകയാണ്. ശോഭ സുരേന്ദ്രനെ നേമത്ത് മത്സരിപ്പിക്കണം. ഒ രാജഗോപാലിന്റെ പിൻഗാമി ഒന്നാമത്തെ പേര് ശോഭ സുരേന്ദ്രനാണ്. ശോഭ സുരേന്ദ്രൻ മത്സരിച്ചില്ല എങ്കിൽ മാത്രം അവിടേക്ക് കുമ്മനം രാജശേഖരൻ. ഈ രണ്ടു പേരുടെ പട്ടിക വെച്ചാണ് നേമത്ത് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ശോഭ സുരേന്ദ്രൻ ഒന്നാമത്തെ പേരുകാരി, രണ്ടാമത്തത് കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരന്റെ പ്രയോറിറ്റി വട്ടിയൂർക്കാവിലാണ്. കുമ്മനം രാജശേഖരന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതെന്നുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ട് മണ്ഡലങ്ങളെ തലസ്ഥാന ജില്ലയിൽ ഹൈലി ഫോക്കസ്ഡ് ആക്കുമ്പോൾ ഒന്ന് വട്ടിയൂർക്കാവ്, ഒന്ന് നേമം. വട്ടിയൂർക്കാവ് ഒരു സെക്കൻഡ് കാറ്റഗറിയാണ്. ആ അർത്ഥത്തിൽ നേമമാണ് സിറ്റിംഗ് സീറ്റ് എന്നുള്ള രീതിയിൽ ബി ജെ പിയുടെ ഫസ്റ്റ് കാറ്റഗറി. അങ്ങനെ ഫസ്റ്റ് കാറ്റഗറി സീറ്റിൽ ഒ രാജഗോപാൽ ഇനി മത്സര രംഗത്തേക്കില്ല. ഒ രാജഗോപാലിന്റെ പിൻഗാമിയായി ശോഭ സുരേന്ദ്രനെ നിശ്ചയിക്കുന്നു. ശോഭ സുരേന്ദ്രന് ഇല്ല എങ്കിൽ മാത്രം അവിടേക്ക് കുമ്മനം രാജശേഖരൻ. ഈ രണ്ട് പേരുകളിലാണ് ഓൾട്ടർനേറ്റീവ്. അതിൽ ഫസ്റ്റ് പൊസിഷൻ ശോഭ സുരേന്ദ്രന്. അപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ശോഭ സുരേന്ദ്രന് ഹൈപ്പ് കിട്ടുന്ന പ്രാധാന്യം ഒരു വനിത എന്നുള്ള രീതിയിൽ ഏറ്റവും മുന്തിയ പരിഗണന മണ്ഡലത്തിൽ ലഭിക്കും. സ്ത്രീ വോട്ടർമാരുടെ പ്രത്യേകിച്ചും വിവിധ കമ്മ്യൂണിറ്റികളാകട്ടെ അല്ലെങ്കിൽ വിവിധ സാമൂഹിക പ്രാതിനിധ്യം ആ രീതിയിലാണ്. അപ്പോൾ വിവിധ സാമൂഹ്യ പ്രാതിനിധ്യം അനുസരിച്ച് സ്ത്രീകളുടെ കരുതൽ, സ്ത്രീകളുടെ ഏറ്റവും മികവാർന്നൊരു ക്രോഡീകരണം ആ മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ എത്തുന്നതോടുകൂടി ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിലവിലെ ബി ജെ പിയുടെ ഹൈപ്പ് പ്ലസ് ശോഭ സുരേന്ദ്രൻ എന്ന വനിത, ശോഭ സുരേന്ദ്രന്റെ വ്യക്തിത്വം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ സാക്ഷാൽ എ സമ്പത്തിനെ മൂലക്കിരുത്തിയ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആണ് ശോഭ സുരേന്ദ്രൻ. ശോഭ സുരേന്ദ്രൻ മത്സരിച്ചതൊന്നുകൊണ്ടും മാത്രം അവിടെ യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് എ സമ്പത്തിനെ പോലെ ആ മണ്ഡലവുമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ടിരുന്ന അനിരുദ്ധന്റെ മകൻ എ സമ്പത്ത്, അതിനപ്പുറത്തേക്ക് ഒരു ചുവപ്പ് കോട്ട, ആ ചുവപ്പ് കോട്ടയെ ഇളക്കി മറിച്ച ശോഭ സുരേന്ദ്രൻ നടത്തിയ തേരോട്ടത്തിൽ ഇടതു കോട്ടകൾ വിറങ്ങലിച്ചപ്പോൾ അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ അവർ നേടിയ ആ ഹൈപ്പാണ്, ഒരു വോട്ട് ഹൈപ്പ് അട്ടിമറിച്ചത് എൽ ഡി എഫിനെ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് അതിന്റെ ഒരു കമ്പാരിസൺ ഫാക്ടറിലേക്ക് വെക്കുന്നത്.
സാധാരണഗതിയിൽ BJP വോട്ട് ഹൈപ്പ് ചെയ്താൽ അത് UDF തിരിച്ചടിയാകും. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ സന്തോഷിച്ചത് A സമ്പത്തും CPM-ഉമായിരുന്നു. പക്ഷേ കേരളത്തിലെ പൊളിറ്റിക്കൽ സിനാരിയോ ഒരു ജനറൽ പ്ലാറ്റ്ഫോമിലേക്ക് വെക്കാൻ പറ്റില്ല. അവിടെ മത്സരിക്കുന്ന കാൻഡിഡേറ്റിന്റെ ഇൻഡിവിഡ്വാലിറ്റി, അവരുടെ ഇൻഡിവിഡ്വൽ പ്രൊഫൈൽ അനുസരിച്ച് കാര്യങ്ങൾ മാറുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആറ്റിങ്ങൽ. ശോഭാ സുരേന്ദ്രൻ വെട്ടിപ്പിടിച്ച കോട്ടകൾ, ആ കോട്ടകളിൽ ഇളകി മറിഞ്ഞത് CPM ആയി. A സമ്പത്തിനെ പോലുള്ള അതികായകൻ മൂലക്കിരിക്കേണ്ടി വന്നു എന്നുള്ളത്. സമാനമായ സാഹചര്യമാണ് നേമത്തേക്ക് കടന്നു വരിക എന്നതാണ് ശോഭാ സുരേന്ദ്രന് ഒരു വലിയ ഹൈപ്പ്, ഒരു മേജർ പരിഗണന ഒന്നാമത്തെ പേരുകാരിയായി നേമത്ത് വരുത്തുന്നതിന് കാരണം. ഇതിനവർ അനുബന്ധമായി പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJP-യുടെ വോട്ട് ഷെയർ അവിടെ ഉള്ളത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്ലസ് ശോഭാ സുരേന്ദ്രൻ എന്ന വനിത, ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പൊരി നേതാവ്, ശോഭാ സുരേന്ദ്രൻ എന്ന വിന്നിംഗ് കാൻഡിഡേറ്റ്, ശോഭാ സുരേന്ദ്രന് അവർക്ക് അവരുടെ വ്യക്തിത്വം ഒന്നുകൊണ്ട് മാത്രം ഇളക്കി മറിക്കാൻ കഴിയുന്ന ഒരു ശേഷി. ഇതാണ് നേമത്തേക്ക് കണക്ക് കൂട്ടുന്നത്. 2016 O രാജഗോപാൽ നേടിയ 67,813 വോട്ടുണ്ട്. 2016 O രാജഗോപാൽ നേടിയത് 67,813. അതായത് 47.5% വോട്ട് O രാജഗോപാൽ അവിടെ നേടുകയുണ്ടായി. 2011 കമ്പയർ ചെയ്യുമ്പോൾ 10% വോട്ട് ഹൈപ്പ് ഉണ്ടായി. CPM-ന്റെ സാക്ഷാൽ V ശിവൻകുട്ടിയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഒന്ന് നോക്കുക, അവിടെ 41% വോട്ട്, 41%-ലധികം വോട്ട് ശിവൻകുട്ടി നേടി. പക്ഷേ കഴിഞ്ഞ തവണ ഒരു പ്രത്യേകത ഉണ്ടായത് V സുരേന്ദ്രൻ പിള്ള അവിടെ പാർട്ടി മാറി മത്സരിക്കാൻ വരുന്നതൊക്കെ ആയിട്ടുള്ള ചില സാഹചര്യ രാഷ്ട്രീയ മാറ്റങ്ങളുടെയൊക്കെ ആയി സ്ഥാനാർത്ഥി നിർണയമൊക്കെ അവസാനം വരുന്നു. V സുരേന്ദ്രൻ പിള്ള മത്സരിക്കാൻ വരുന്നു. UDF തകർന്നടിയുന്നു. വെറും 13,000 വോട്ടിന് ചില്ലറ മാത്രമാണ് UDF-ന് നേടാനാകുന്നത്. അത് UDF-ന്റെ വോട്ട് BJP-ക്ക് ഗണ്യമായി മറിച്ചു എന്ന ആരോപണം അന്നവിടെ ഉണ്ടായിരുന്നു, ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. നേമത്ത് O രാജഗോപാൽ വിജയിക്കാൻ കാരണം UDF-ന്റെ വോട്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വോട്ട് എവിടേക്ക് ഒഴുകി? O രാജഗോപാലിലേക്ക് ഒഴുകി. അതുകൊണ്ടാണ് JDU സ്ഥാനാർത്ഥിയായി K സുരേന്ദ്രൻ പിള്ള മത്സരിച്ചപ്പോൾ വെറും 13,860 വോട്ട് മാത്രം നേടുകയും O രാജഗോപാലിന് ഹൈപ്പ് ഉണ്ടായത്. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ഈ ആരോപണം, അതായത് UDF വോട്ട് മറിച്ച് BJP-യെ വിജയിപ്പിച്ചു എന്നുള്ള ആരോപണത്തിന്റെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ കൂടി പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിക്കുമ്പോൾ അവിടെ UDF-ന്റെ വോട്ട് മറിഞ്ഞതല്ല നേമത്ത് O രാജഗോപാലിന്റെ വിജയം എന്ന് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും. 2016 O രാജഗോപാലിന്റെ വിജയം UDF-ന്റെ വോട്ട് മറിഞ്ഞതാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വോട്ട് മറിഞ്ഞതാണെന്നും അതുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയുടെ വോട്ട് പാറ്റേൺ 14,000-ൽ താഴേക്ക് വന്നത്. വെറും 13,000 സംതിങ് വോട്ടാണ്, 14,000-ൽ താഴെ. അപ്പോൾ അത് ഒരു വോട്ട് മറിക്കലിന്റെ ആരോപണം. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? നേമം നിയോജക മണ്ഡലത്തിൽ നോക്കൂ. ഈ CPM പറയുന്നു UDF-ന്റെ വോട്ട് മറിഞ്ഞു, കോൺഗ്രസിന്റെ വോട്ട് മറിഞ്ഞു എന്ന ആരോപണം അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്നത് BJP നേടിയിട്ടുള്ള വോട്ട് വളർച്ച അത് അംഗീകരിക്കേണ്ടി വരുന്നത് ഈ കണക്കാണ്. കാരണം കഴിഞ്ഞ 2019 കേരളത്തിൽ നടന്ന UDF-ന്റെ തേരോട്ടം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടുള്ള മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ തിരുവനന്തപുരം നിയമവും അനുബന്ധമായിട്ടുള്ള കോവളം എടുക്കാം, മറ്റ് അസംബ്ലി സീറ്റ്സ് ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അസംബ്ലി സീറ്റ്സ് കണക്കാക്കുമ്പോഴാണ് ഈ BJP ഉണ്ടാക്കിയിട്ടുള്ള ആ വോട്ട് ഹൈപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. കോൺഗ്രസിന്റെ വോട്ട് ചോർച്ച ഒന്ന് മാത്രമല്ല 2016 വിജയം എന്ന് പറയേണ്ടത്. നോക്കൂ, കുമ്മനം രാജശേഖരൻ BJP നേടിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേമം നിയോജക മണ്ഡലത്തിൽ 58,513 വോട്ട് നേടി. ശശി തരൂർ നേടിയത് 46,472 വോട്ട്. CPI-യുടെ C ദിവാകരൻ നേടിയത് 33,921 വോട്ട്. അപ്പോൾ കഴിഞ്ഞ 2019 തൊട്ടു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം അസംബ്ലി മണ്ഡലത്തിലെ വോട്ട് ഷെയർ ഇതാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം,
ഇവിടെ അന്ന് UDF തരംഗമായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമായിരുന്നു. മറ്റെല്ലാ അസംബ്ലി സെഗ്മെന്റ്സിലും ശശി തരൂരിനായിരുന്നു മുൻതൂക്കം. മറ്റെല്ലാ അസംബ്ലി സെഗ്മെന്റ്സിലും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ അസംബ്ലി സെഗ്മെന്റ്സിലും ശശി തരൂരിന് മേൽക്കൈ ഉണ്ടായിരിക്കെ നേമം അസംബ്ലി മണ്ഡലത്തിൽ മേൽക്കൈ നേടിയത് BJP ആണ്. കുമ്മനം രാജശേഖരനാണ് 58,513 വോട്ട്. ശശി തരൂരിന് 46,472 വോട്ട് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അതായത് 46 10 56, 46 പറ്റും 56, 10,000 വോട്ടിലധികം ഭൂരിപക്ഷം BJPക്ക് ഈ മണ്ഡലത്തിൽ നേടാൻ സാധിച്ചു. അപ്പോൾ 2016 UDFന്റെ വോട്ട് മറിഞ്ഞതാണ് O രാജഗോപാലിന്റെ വിജയം, BJPയുടെ ചരിത്രം എഴുതൽ എന്നുള്ള CPMന്റെ ആക്ഷേപത്തെ ഖണ്ഡിക്കുന്നതാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. മറ്റെല്ലാ അസംബ്ലി സെഗ്മെന്റ്സിലും ശശി തരൂർ വൻ മുന്നേറ്റം നടത്തുമ്പോൾ ഈ നേമം അസംബ്ലി സെഗ്മെന്റിൽ മാത്രം ശശി തരൂർ വളരെയേറെ പിന്നോക്കം പോവുകയും 10,000-ലധികം വോട്ടിന്റെ പിന്നാക്കം പോവുകയും BJP കുമ്മനം രാജശേഖരൻ അവിടെ ഒന്നാമതെത്തുകയും ചെയ്യുമ്പോൾ അത് BJP ആ മണ്ഡലത്തിൽ നേടിയിട്ടുള്ള ഒരു സുരക്ഷിത വലയമാണ്. BJP അവിടെ നേടിയിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള വോട്ട് സെഗ്മെന്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ വേണം അത് കണക്കാക്കാൻ. പിന്നെ വരുന്നത് മറ്റ് കാര്യമാണ്, രാഷ്ട്രീയ ഇതര കാര്യങ്ങളുണ്ട്. സാമുദായിക പരിഗണനയാകട്ടെ, മതപരമായിട്ടുള്ള പരിഗണനയാകട്ടെ. എന്താണ് ഈ മണ്ഡലത്തിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് എടുക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി കണക്കാക്കും. ആർക്കും ഒന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതാണ് ഈ മണ്ഡലം. അത് ജാതി സമവാക്യമാകട്ടെ, മതസമവാക്യമാകട്ടെ, മറ്റേതു തരത്തിലുള്ള സാമുദായിക സമവാക്യവുമാകട്ടെ, ആ ഒരു സമുദായത്തിനും ഒരു മതത്തിനും ഒരു സെഗ്മെന്റ്സിനും നേമം വോട്ടർമാർ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടില്ല. നോക്കൂ, 1957 മുതലുള്ള കണക്കെടുത്താൽ CPIയുടെ A സദാശിവൻ വിജയിച്ച മണ്ഡലം, 1960 നേരെ തിരിയുന്നു PSPയുടെ വിശ്വംഭരൻ വിജയിച്ച മണ്ഡലം, 1967 CPIMന്റെ M സദാശിവൻ വിജയിച്ച മണ്ഡലം, 1970 PSPയുടെ G കുട്ടപ്പൻ വിജയിച്ച മണ്ഡലം, അതോടൊപ്പം തന്നെ 1977 അതോടൊപ്പം തന്നെ 80 അവിടെ 82 കാലഘട്ടത്തിൽ അവിടെ കോൺഗ്രസ് ആണ് വിജയിക്കുന്നത്. S വരദരാജൻ നായർ വിജയിച്ച മണ്ഡലം, അതിനുശേഷം രമേശൻ നായർ വിജയിച്ച മണ്ഡലം, 82 സാക്ഷാൽ K കരുണാകരനെ വിജയിപ്പിച്ച മണ്ഡലം. അപ്പോൾ ആദ്യഘട്ടം മുതൽ CPI, PSP, CPM, അതിനുശേഷം 77-ലും 80-ലും 82-ലും കോൺഗ്രസിന് അനുകൂലമായി നിന്ന മണ്ഡലം S വരദരാജൻ നായരിലൂടെ, രമേശൻ നായരിലൂടെ, K കരുണാകരനിലൂടെ. എന്നാൽ തൊട്ടടുത്ത് 87-ലേക്ക് വരുമ്പോൾ നേരെ മണ്ഡലം മറിയുകയാണ്. CPMന്റെ കൂടെ പോവുകയാണ്, VJ തങ്കപ്പന്റെ കൂടെ പോവുകയാണ് ഈ മണ്ഡലം. 87, 98 അതേപോലെ CPM ആ മണ്ഡലം പരിപാലിക്കുന്നുണ്ട് വെങ്ങാനൂർ ഭാസ്കരനിലൂടെ. നേരെ 2001 ഇത് വീണ്ടും കോൺഗ്രസിലേക്ക് മറിയുകയാണ്. N ശക്തൻ 2001-ലും 2006-ലും മണ്ഡലം കോൺഗ്രസിലേക്ക് മറിയുന്നു. 2011 അവിടെ CPM വീണ്ടും മണ്ഡലം തിരിച്ചുപിടിക്കുന്നുണ്ട് V ശിവൻകുട്ടി. 2016 കേരളത്തിൽ BJPയുടെ താമര ചരിത്രം, വിജയ ചരിത്രം അവിടെ O രാജഗോപാലിലൂടെ നേടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മണ്ഡലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തകയല്ല, ഒരു സമുദായത്തിന്റെയും കുത്തകയല്ല, ഒരു മതത്തിന്റെയും കുത്തകയല്ല, ഏതെങ്കിലും സെഗ്മെന്റിന്റെ ഒരു തരത്തിലെയും കുത്തക ആർക്കും അവകാശപ്പെടാൻ കഴിയത്തുമില്ല. ഇതാണ് ഈ മണ്ഡലത്തിന്റെ രീതി. അവിടെയാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രസക്തി വർദ്ധിക്കുന്നതും. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ നേമം ഇക്കുറി BJPക്ക് വിജയചിഹ്നമായി നിർത്താൻ കഴിയും. ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കണം. ശോഭാ സുരേന്ദ്രൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. ഈ സജഷൻ സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും പോയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. പക്ഷേ ഈ കണക്കുകളൊക്കെ അറിയാമെന്നുള്ള BJPയിലെ സ്ഥാനമോഹികൾ ഈ നേമം നിയോജക മണ്ഡലത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നു. അവർക്കറിയാം ഒരു ഷുവർ സീറ്റാണ് ഇക്കുറി നേമം, പൊളിറ്റിക്കലി ഒരു ഷുവർ സീറ്റ് BJPയുടെ.
അവിടെ സ്ഥാനമോഹികളായ BJP നേതൃത്വം, നേതാക്കൾ നേമം നിയോജക മണ്ഡലം മത്സരിക്കാൻ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോഴേ വട്ടമിട്ട് മത്സരിക്കുന്നു. എന്തിനേറെ അവരുടെ പ്രൊഫൈലൊക്കെ തയ്യാറാക്കി അങ്ങ് കേന്ദ്രത്തിലേക്ക് വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ പേരുകൾ ഭാരത് ലൈവിന് വളരെ വ്യക്തമായി ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ നേതാക്കളാണ് നേമം നിയോജക മണ്ഡലത്തിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ നേമത്ത് വിപ്ലവം കുറിക്കാൻ കഴിയും എന്ന സെൽഫ് പ്രൊഫൈൽ ഉണ്ടാക്കിക്കൊണ്ട്, റെക്കമെൻഡേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചത് എന്ന് വ്യക്തമാക്കുന്ന പേരുകൾ ഭാരത് ലൈവിന്റെ കൈവശമുണ്ട്. ഭാരത് ലൈവ് വരും ദിവസങ്ങളിൽ അത് പ്രക്ഷേപണം ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന ഒരു ജനറൽ രീതി അനുസരിച്ച് നേമത്ത് മത്സരിക്കാനുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാൻഡിഡേറ്റ് ശോഭാ സുരേന്ദ്രൻ, രാജഗോപാലിന്റെ പിൻഗാമി ശോഭാ സുരേന്ദ്രൻ, BJPയുടെ തീപ്പൊരി, BJPയുടെ വനിതാ പുലിക്കുട്ടി, ആ തരത്തിലൊക്കെ അറിയപ്പെടുന്ന വനിതാ സിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചില്ല എങ്കിൽ രണ്ടാമത്തെ പേരുകാരൻ അവിടെ കുമ്മനം രാജശേഖരനാണ്. കുമ്മനം രാജശേഖരന് ഫസ്റ്റ് പ്രയോറിറ്റി വട്ടിയൂർക്കാവിലും കൊടുത്തുകൊണ്ടുള്ള ഒരു ഫസ്റ്റ് ഹാൻഡ് കാൻഡിഡേറ്റ്ഷിപ്പ് അനാലിസിസ് BJPയിൽ മുന്നോട്ട് വരും.